എങ്ങാനും സൈക്കിളും കൊണ്ട് ദൂരേക്ക് പോയാ അത് പിന്നെ പാറമട കിടക്കും. സൈക്കിൾ എടുത്തവന്മാരാരായാലും ഇടിച്ചവന്റെ കൂമ്പ് ഞാൻ കലക്കും. ഹലോ, അങ്ങനെ പാറമട വീട്ടിൽ ഒരു ഭയങ്കര പ്രശ്നം. ഇത്തവണ കുരുങ്ങുന്നത്, അപകടത്തിലാകുന്നത് പാറുക്കുട്ടി. പക്ഷെ എന്റെ പൊന്നോ, ഒരു സൈക്കിളൊക്കെ വരുത്തി വെക്കുന്ന വിനയെ. എന്നാലും ഭയങ്കര കഷ്ടമായി പോയി. നമ്മുടെ ലച്ചു നമ്മുടെ കേശുവിനോടും സിദ്ധുവിനോടും പറയുന്നുണ്ട്, നമുക്ക് പാറുക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം, ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്താലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇത് കെട്ടപാട് തന്നെ നമ്മുടെ കേശുവും സിദ്ധുവും കൂടെ ഒരു സൈക്കിൾ കൊണ്ടുവരുന്നുണ്ട്. ആ സൈക്കിൾ നമ്മുടെ പാറുക്കുട്ടിനെ കാണിച്ചു. പാറുക്കുട്ടി അത് ഓടിച്ച് നടക്കുന്നുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണേ. അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, പാറു ഈ സൈക്കിളായിട്ട് പുറത്തെങ്ങാനും പോയാൽ പിന്നെ ഈ സൈക്കിൾ പാറമടയിൽ കിടക്കുവേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാറുക്കുട്ടിക്ക് ഒരു ചെറിയ വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ പാറുക്കുട്ടി ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓടിച്ച് നടക്കുവാണ്. ആ സമയത്താണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ സൈക്കിൾ മര്യാദക്ക് തിരികെ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടെടുക്കുക. അതായത് അയാളുടെ സൈക്കിള് ഇവർ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയ പോലെ. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്ര വലിയതാണെങ്കിൽ നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ സിദ്ധു നമ്മുടെ കേശുവിനോട് പറയുന്നുണ്ട്, കേശു ഇത് ഭയങ്കര പ്രശ്നമാകിയ, നമുക്ക് ആ സൈക്കിൾ തിരികെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കേശുവും ഇങ്ങനെ എന്ത് ചെയ്യണോന്ന് അറിയാതെ നിൽക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ പാറക്കുട്ടിയുടെ അടുത്ത് കാര്യം പറയുമ്പോൾ പാറക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഈ സൈക്കിൾ തിരികെ തരൂല, ഇത് എന്റെ സൈക്കിളാ എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരയുന്നുണ്ട്. അപ്പൊ സിദ്ധുവും നമ്മുടെ കേശുവും കൂടെ ആരുടെങ്കിലും സൈക്കിൾ എടുത്തുകൊണ്ട് വന്നതാണോ ഇനി? എന്തായാലും ലാസ്റ്റ് ഇവർ നോക്കുമ്പോ പാറമടർ അവിടെ സൈക്കിൾ മാത്രം ഇരിപ്പുണ്ട്, പാറക്കുട്ടീനെ കാണുന്നില്ല, സൈക്കിള് മാത്രം. അങ്ങനെ ഇവര് അവിടെയൊക്കെ മൊത്തം പരിസരത്ത് ഫുൾ അരിച്ചു പറക്കുക നമ്മുടെ പാറക്കുട്ടീനെ. ആ കൃത്യസമയത്ത് അവിടെ പോലീസും കടന്നു വരുന്നുണ്ട്. ഇനി നമ്മുടെ പാറക്കുട്ടിക്ക് വല്ല അപകടവും പറ്റിയോ? കാത്തിരുന്ന് എന്നെ കാണട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.